student. Today I'll be presenting about principles of geology, which helps us in understanding our Earth like a book. So what's geology? In one sentence, it's the study of our Earth and its structures, process, and so on. നമുക്ക് ജിയോളജി പഠിക്കുമ്പോൾ തന്നെ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ അതിനൊരു റൂൾസ് കാണും. അതുപോലെ നമ്മൾ ജിയോളജി പഠിക്കുമ്പോൾ മസ്റ്റായിട്ട് വേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. അതാണ് കീ പ്രിൻസിപ്പിൾസ് ഓഫ് ജിയോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മൂവിംഗ് ഓൺ ടു ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഇറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി ആൻഡ് ഡിസിപ്ലിൻ. So, it was proposed by the father of modern geology, James Hutton. And the major point is that the key to the present is the past, which means നമ്മൾ ഇന്ന് ഈ എർത്തിൽ കാണുന്ന പല പ്രോസസ്സും പലതരം പ്രോസസ്സ്, വോൾക്കാനിക് എറപ്ഷൻസ്, ഡിപ്പോസിഷൻസ്, അങ്ങനെ പല പ്രോസസ്സും പണ്ട് കാലത്ത് എർത്തിൽ നടന്നിട്ടുള്ളവയാണ്. അതുപോലെ തന്നെ കാലങ്ങളോളം ഇത് കണ്ടിന്യൂസ് റിപ്പീറ്റഡ് സൈക്ലിക് പ്രോസസ് ആയിട്ട് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് റിവർ സാൻഡ് ക്യാരീസ് എന്നത് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇതുപോലെ പണ്ടുള്ള റിവേഴ്സ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്ത് സാൻഡ്സ്റ്റോൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സാൻഡ്സ്റ്റോൺ ഫോം ചെയ്ത ആൻഷ്യൻ സാൻഡ്സ്റ്റോൺസിനെ കുറിച്ച് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ റിവേഴ്സ് എങ്ങനെയാണ് സാൻഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആൻഷ്യൻ്റ് ആയിട്ടുള്ള റിവേഴ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് വാട്ട് പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി ആൻഡ് സേസ്. സോ നെക്സ്റ്റ് വൺ ഈസ് principle of superposition. It's simple principle. Principle of superposition എന്ന് പറയുമ്പോൾ ഒരു അൺഡിസ്റ്റർബ്ഡ് റോക്ക് സീക്വൻസിൽ ഏറ്റവും ഓൾഡസ്റ്റ് റോക്ക് എന്ന് പറയുന്നത് ബോട്ടം ലെയറിലും ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള റോക്ക് എന്ന് പറയുന്നത് ടോപ്പ് ലെയറിലും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ക്ലിഫ് എടുക്കുകയാണ്, ആ ക്ലിഫിൽ 5 ലെയേഴ്സ് ഓഫ് റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തെ ലെയർ ആയിരിക്കും ഓൾഡസ്റ്റ് ആൻഡ് ഏറ്റവും ഓൾഡത്തെ ലെയർ ആയിരിക്കും യങ്ങസ്റ്റ്. ഫസ്റ്റ് ക്ലാസ്സിനെക്കാരെയായിരിക്കും നമ്മൾ വർക്കല ക്ലിഫ് കണ്ടതാണ്. സോ അത് വെച്ചിട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് അത് എടുക്കാൻ പറ്റും. ആൻഡ് ഇപ്പോൾ നമ്മൾ ഏറ്റവും 5th ലെയറിൽ നമ്മൾ ഡിനോസറിന്റെ ഫോസിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ആൻഡ് അതിന് മുകളിലുള്ള ലെയറിൽ നമ്മൾ ഒരു മാമലിന്റെ ഫോസിലാണ് ഐഡന്റിഫൈ ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ഡിനോസർ ഏർലി പീരീഡിൽ ലീവ് ചെയ്തിരുന്നതാണെന്ന് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അതുപോലെ തന്നെ അത് റോക്സിന്റെ ഏജിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. And the next principle is principle of original horizontality. Original horizontality principle കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിപ്പോസിഷൻസ്, അതായത് സാൻഡ്, സ്ലിറ്റ്, ക്ലേ ഇതുപോലുള്ള ഡിപ്പോസിഷൻസ് എല്ലാം ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ ലെയേഴ്സ് ആയിട്ടായിരിക്കും ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ റോക്സ് ഫോം ചെയ്യുന്നത് ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ ലെയേഴ്സ് ആയിട്ടാണ്. എന്നാൽ ചില റോക്സിൽ ഹില്ലി ഏരിയാസിൽ അങ്ങനെയൊക്കെ ചില റോക്സിൽ നമുക്കത് ക്ലിറ്റഡ് അല്ലെങ്കിൽ ഫോൾഡഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള റോക്സിന്റെ ഇതെന്ന് പറയുമ്പോൾ ഡിഫോർമേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പ്ലേറ്റ് മൂവ്മെന്റ്സ് കാരണം അല്ലെങ്കിൽ മൗണ്ടൻ ഫോർമേഷൻ കാരണം ഡിഫോർമേഷൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ റോക്സ് തിരിട്ടഡ് അല്ലെങ്കിൽ ഫോൾഡഡ് ആയിട്ട് കാണപ്പെടുന്നത്. ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ക്രസ്റ്റൽ മൂവ്മെന്റ്സിനെ പറ്റി ഈ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് വേഗത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ആ റോക്സ് ഫോം ചെയ്തതിന് ശേഷം അവിടെ എന്തോ ഒരു ക്രസ്റ്റൽ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ഇതായിട്ട് ഈ പ്രിൻസിപ്പിൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. Moving on to the next one, cross-cutting relationship. Cross-cutting relationship എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഒരു റോക്കിനെ എന്തെങ്കിലും ഒരു ഫീച്ചർ ആ റോക്കിനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചർ യങ്ങറും ആ റോക്ക് എന്ന് പറയുന്നത് ഓർഡറും ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഇതിൽ പറഞ്ഞാൽ നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുന്നു. അപ്പോൾ കേക്ക് നമ്മുടെ ഉണ്ട്. സോ നമ്മൾ ഒരു നൈഫ് വെച്ചിട്ട് ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ നൈഫ് എന്ന് പറയുന്നത് യങ്ങർ ആയിട്ടുള്ള ഒരിതും കേക്ക് എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ ഉള്ള ഓൾഡർ ആയിട്ടുള്ള ഒരിതുമാണ്. സോ അതുപോലെ തന്നെയാണ് സെഡിമെന്ററി റോക്സിൽ എന്തെങ്കിലും ക്രാക്സോ ഫോൾട്ടോ ഒക്കെ ഉണ്ടാവുമ്പോൾ മോൾട്ടൺ മാഗ്മ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇത് ഈ മാഗ്മ എന്ന് പറയുന്നത് യങ്ങറും റോക്ക് എന്ന് പറയുന്നത് ഓൾഡറും ആയിരിക്കും. സോ അതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ ഫോറൽ സക്സഷൻ പ്രിൻസിപ്പിൾ ആണ്. ഇതെന്ന് പറയുമ്പോൾ ഫോസിൽസ് പ്രെഡിക്റ്റബിൾ ആൻഡ് ഡെഫിനിറ്റ് മാനറിലായിരിക്കും ഒക്കർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു റോക്ക് കിട്ടി, അപ്പോൾ നമ്മൾ അതിലൊരു ഡിനോസറിന്റെ ഫോസിലാണ് ഐഡന്റിഫൈ ചെയ്തെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ റോക്ക് മീസോസോയിക് ഇടയിലുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ട്രൈലോബൈറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സ്റ്റിൻക്റ്റ് ആയിട്ടുള്ള മറൈൻ ആർത്രോപോഡ്സ് ആണ്. അപ്പോൾ ഈ ട്രൈലോബൈറ്റ്സിൻ്റെതാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പാലിയോസോയിക് ഇറയിലുള്ള റോക്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ റോക്സിനെ നമുക്ക് ഏത് ഇറയിലുള്ളതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഫോറൽ സക്സഷൻ പ്രിൻസിപ്പിൾ.
സോ ഇതിൻ്റെയൊക്കെ കൺക്ലൂഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ എർത്തിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പ്രിൻസിപ്പിൾസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ജിയോളജിയുടെ ബേസിസ് തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾസ് ആണ്. അതുപോലെ തന്നെ റോക്ക് ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ റോക്സിന്റെ ഏജ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ്. സോ അത് നമുക്ക് ഈ പ്രിൻസിപ്പിൾസിലൂടെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും. If you have any doubts, you can ask. Explain ചെയ്ത് എന്തെങ്കിലും മനസ്സിലായിട്ട്. Yes. You have a question. You have a question. There is one more principle of fossil assemblage. Sorry, sir, I was extending. So during your presentation, you mentioned the principles very well, and you also mentioned that when rock is formed as a flat layer, it is formed like that and it is not disturbed. And when it is tilted, when it occurs like this, you said it is deformed. So my question is, are all tilted beds seen like that due to deformation, or can tilted beds also form from original sedimentation? Weathering കാരണം I don't know more about this. You are first year student, right? So I just wanted to find out, because your idea is very good. You presented the principles very well. That's why I tried to find out more from you. Right? So the answer is, or not all planes of depositions are flat. For example, in the case of a dune, the plane of deposition is tilted, inclined. So it will always be formed as inclined beds. That's why you get crossbed, right? So it's not deformed. It is original deposition. Thanks. Thank you.